അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം എപ്പോഴെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ചുറ്റിലും ശത്രുക്കൾ മാത്രം, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥ. നമ്മൾ വിശ്വസിച്ചവർ പോലും കൈവിട്ടുപോകുന്ന നിമിഷം. അവിടെയാണ് അല്ലാഹുവിന്റെ സഹായം വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു ചരിത്രത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എങ്ങനെ പതറാതെ നിൽക്കാമെന്ന് പഠിപ്പിച്ചു തരുന്ന ഖുർആനിലെ അതിമനോഹരമായ ഒരധ്യായത്തെക്കുറിച്ചാണ്. സൂറത്തുൽ അൻഫാൽ. വിശ്വാസത്തിന്റെ കരുത്തു പരീക്ഷിക്കപ്പെട്ട ആ വലിയ യുദ്ധം, ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് അവതരിക്കപ്പെടുന്നത്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു വശത്ത് സർവ്വസജ്ജരായ 1000-ഓളം വരുന്ന ഖുറൈശികൾ. അവർക്ക് ആയുധങ്ങളുണ്ട്, കരുത്തുണ്ട്, അഹങ്കാരമുണ്ട്. മറുവശത്ത് വെറും 313 പേർ. അവരുടെ കയ്യിൽ മതിയായ ആയുധങ്ങളില്ല, ഭക്ഷണത്തിനു വകയില്ല, പലരും ദരിദ്രരാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു കനലുണ്ട്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ജീവിതത്തിൽ നമ്മളും പലപ്പോഴും ഈ 313 പേരെ പോലെയാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ രോഗങ്ങൾ, കടബാധ്യതകൾ, മാനസിക വിഷമങ്ങൾ, ഇതൊക്കെ വലിയൊരു സൈന്യത്തെപ്പോലെ നമ്മളെ വളയുമ്പോൾ നമ്മൾ തളർന്നുപോകും. പക്ഷേ അല്ലാഹു അൻഫാലിലൂടെ നമ്മോട് പറയുന്നതെന്താണെന്നറിയാമോ? വിശ്വാസികളെന്നാൽ അല്ലാഹുവിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങുന്നവരും അവന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നവരുമാണ്. സൂറത്തുൽ അൻഫാൽ 2. സത്യവിശ്വാസത്തിന്റെ ലക്ഷണമായി അല്ലാഹു ആദ്യം പറയുന്നത് ഭയമല്ല, മറിച്ച് അല്ലാഹുവിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. ബദർ യുദ്ധഭൂമിയിൽ നബി സ്വല്ലല്ലാഹു തന്റെ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച ആ നിമിഷമോർത്തുനോക്കൂ. അവിടുന്ന് കൈകൾ ആകാശത്തേക്കുയർത്തി പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, ഇന്നീ ചെറിയ സംഘം നശിച്ചുപോയാൽ പിന്നീട് ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിലും ഒരു ഘട്ടം വരും, പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത നിമിഷം. അന്ന് നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഞാൻ ഈ കടമ്പ കടക്കുക എന്ന്. അവിടെയാണ് അൻഫാൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അല്ലാഹുവിന്റെ സഹായം ആകാശത്തുനിന്നിറങ്ങിവരുന്നതെങ്ങനെയാണെന്ന് ഈ അധ്യായം നമുക്ക് വിവരിച്ചു തരുന്നു. ഇത് കേവലം യുദ്ധമുതലുകളെക്കുറിച്ചുള്ള സൂറത്തല്ല, മറിച്ച് വിജയത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനാരെന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണ്. ശത്രുക്കൾ ഒരുക്കിയ ചതിക്കുഴികൾക്ക് മുകളിലൂടെ അല്ലാഹു തന്റെ ഇഷ്ടദാസന്മാരെ എങ്ങനെ വിജയത്തിലേക്ക് നയിച്ചു, നമുക്ക് ആ ചരിത്രത്തിലൂടെയും അതിന്റെ അർത്ഥതലങ്ങളിലൂടെയും ഒന്ന് സഞ്ചരിക്കാം. ബദർ യുദ്ധത്തിന്റെ ആ നിർണായക നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചുപോകാം. മണലാരണ്യത്തിൽ ആ ചെറിയ സംഘം നിൽക്കുകയാണ്. അവർക്ക് മുന്നിൽ മരണത്തിന്റെ നിഴലുകൾ കാണാം. പക്ഷേ ഖുർആൻ ആ രംഗം വിവരിക്കുന്നത് നോക്കൂ. അല്ലാഹു തന്റെ മാലാഖമാരെ അയച്ചുകൊണ്ട് വിശ്വാസികളെ സഹായിച്ചു. ആയിരക്കണക്കിനു മലക്കുകൾ ആകാശത്തുനിന്നിറങ്ങിവന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാത്ത മലക്കുകൾ വരാറുണ്ട്. ഒരു വലിയ അപകടത്തിൽ നിന്ന് നിങ്ങളെ ആരോ രക്ഷിച്ച നിമിഷം ഓർക്കുന്നുണ്ടോ? ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ നിങ്ങളെ ചേർത്തുപിടിച്ച ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു ഫോൺ കോൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ അദൃശ്യമായ സഹായങ്ങളാണ്. അൻഫാൽ നമ്മോട് പറയുന്നതിതാണ്, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ നിന്റെ റബ്ബുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന സന്ദർഭം ഓർക്കുക. അപ്പോൾ അവൻ നിങ്ങൾക്കുത്തരം നൽകി. 1000 മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. സൂറത്തുൽ അൻഫാൽ 9. എന്തുകൊണ്ടാണ് അല്ലാഹു മലക്കുകളെ അയച്ചത്? അവർക്കൊറ്റയ്ക്ക് ആ ശത്രുക്കളെ നശിപ്പിക്കാമായിരുന്നില്ലേ? തീർച്ചയായും സാധിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു പറയുന്നു, അത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകാനാണ് എന്ന്. ഇതാണ് നാം പഠിക്കേണ്ട പാഠം. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകും. ബിസിനസ് തകരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരകലുമ്പോൾ മനസ്സസ്വസ്ഥമാകും. ആ സമയത്ത് നമുക്ക് വേണ്ടത് സക്കീനത്ത് അഥവാ ഹൃദയശാന്തിയാണ്. ബദറിൽ അല്ലാഹു വിശ്വാസികൾക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹം ഉറക്കമായിരുന്നു. യുദ്ധത്തിന്റെ തലേ ദിവസം ശത്രുക്കൾ തങ്ങളെ കൊല്ലാൻ കാത്തിരിക്കുമ്പോൾ വിശ്വാസികൾക്ക് അല്ലാഹു നല്ല ഉറക്കം നൽകി. ഭയത്തിന്റെ സ്ഥാനത്ത് സമാധാനം നിറച്ചു. ചിന്തിച്ചു നോക്കൂ, നാളെ ഒരു വലിയ പരീക്ഷയോ ഇന്റർവ്യൂവോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരാറില്ല. എന്നാൽ അല്ലാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ചവർക്ക് തവക്കുൽ, ഏത് കൊടുങ്കാറ്റിനിടയിലും സമാധാനമായി ഉറങ്ങാൻ കഴിയും. അതുപോലെ തന്നെയായിരുന്നു ആ മഴയും. ബദറിലെ മണൽപ്പരപ്പിൽ വിശ്വാസികൾക്ക് നടക്കാൻ പ്രയാസമായിരുന്നു. അല്ലാഹു മഴ പെയ്യിച്ചു. ആ മഴ വിശ്വാസികൾക്ക് മണൽ ഉറപ്പുള്ളതാക്കി മാറ്റി. എന്നാൽ ശത്രുക്കളുടെ ഭാഗത്ത് അത് ചളിയായി മാറി.
നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അല്ലാഹു എങ്ങനെയാണ് നീക്കിത്തരുന്നത് എന്ന് നോക്കൂ. മറ്റുള്ളവർക്ക് തടസ്സമായി തോന്നുന്ന കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അല്ലാഹുവിലേക്ക് തിരിയുക, അവനോട് സഹായം ചോദിക്കുക. ബാക്കി കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളും. തവക്കുൽ എന്നാൽ കയ്യും കെട്ടിയിരിക്കലല്ല, മറിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച ശേഷം ഫലം അല്ലാഹുവിൽ അർപ്പിക്കലാണ്. 313 പേർ ആയുധമെടുത്ത് ഇറങ്ങിത്തിരിച്ചു. ബാക്കി അല്ലാഹു മലക്കുകളെ വിട്ടു പൂർത്തിയാക്കി. നിങ്ങളുടെ ജീവിതത്തിലെ ബദർ ഏതുമാകട്ടെ, അവിടെ അല്ലാഹുവിന്റെ സഹായം ഇറങ്ങിവരണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ആ വലിയ ബന്ധമുണ്ടാകണം. ബദർ യുദ്ധം അവസാനിച്ചു. ലോകം വിസ്മയിച്ച ഒരു വിജയം. നിസാരമെന്ന് കരുതിയ ആ ചെറിയ സംഘം മഹാശക്തികളെ പരാജയപ്പെടുത്തി. അവിടെയാണ് സൂറത്തുൽ അൻഫാൽ മനുഷ്യന്റെ അഹങ്കാരത്തെ തകർക്കുന്ന ഒരു വലിയ പാഠം നമുക്ക് നൽകുന്നത്. വിജയിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് എന്റെ കഴിവാണ്, എന്റെ ബുദ്ധിയാണ്, എന്റെ അധ്വാനമാണ് എന്ന്. എന്നാൽ അല്ലാഹു പറയുന്നു, നിങ്ങളല്ല അവരെ കൊന്നത്, മറിച്ച് അല്ലാഹുവാണ് അവരെ കൊന്നത്. നബിയെ, താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത്, മറിച്ച് അല്ലാഹുവാണ് എറിഞ്ഞത്. സൂറത്തുൽ അൻഫാൽ 17. എത്ര ഗൗരവമുള്ള വചനമാണിത്! യുദ്ധക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണെടുത്ത് ശത്രുക്കൾക്ക് നേരെ എറിഞ്ഞു. ആ മണ്ണ് ഓരോ ശത്രുവിന്റെയും കണ്ണുകളിൽ ചെന്ന് തറച്ചു. യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ച ആ നിമിഷത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, അത് ചെയ്തത് നബിയല്ല, അല്ലാഹുവാണ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു വലിയ വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷയിൽ ഒന്നാമനായി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഞാൻ ഉദിച്ചുവരും. ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് നടന്നത് എന്ന് നമ്മൾ പറയും. എന്നാൽ അൻഫാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ഓരോ ചലനത്തിന് പിന്നിലും അല്ലാഹുവിന്റെ തൗഫീഖുണ്ട് എന്നാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ വലിയ വിജയങ്ങളാക്കി മാറ്റുന്നത് പടച്ചവനാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നമുക്കൊരിക്കലും തലക്കനമുണ്ടാവില്ല. പരാജയപ്പെടുമ്പോൾ നമ്മൾ തളരുകയുമില്ല. കാരണം വിജയവും പരാജയവും അല്ലാഹുവിന്റെ കൈകളിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അൻഫാൽ മറ്റൊരു കാര്യം കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്: അഹങ്കാരികളെക്കുറിച്ച്. അബൂജഹലിനെ പോലെയുള്ള ഖുറൈശി നേതാക്കൾ ബദറിലേക്ക് വന്നത് വലിയ ആഡംബരത്തോടെയും പാട്ടുപാടിയും ആഘോഷിച്ചുമാണ്. ഞങ്ങൾ മുഹമ്മദിനെയും അനുയായികളെയും തകർക്കും, എന്നിട്ടവിടെ വിരുന്നു നടത്തും എന്നായിരുന്നു അവരുടെ അഹങ്കാരം. പക്ഷേ ആ അഹങ്കാരം ബദറിലെ മണ്ണിൽ തകർന്നു വീണു. അല്ലാഹു പറയുന്നു, അഹങ്കാരത്തോടുകൂടിയും ജനങ്ങളെ കാണിക്കാനായി നാട്ടിൽ നിന്നിറങ്ങിത്തിരിച്ചവരെപ്പോലെ നിങ്ങളാകരുത്. സൂറത്തുൽ അൻഫാൽ 47. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ കാണിക്കാനാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. പ്രശസ്തിക്കോ ജനങ്ങളുടെ കയ്യടിക്കോ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാവില്ല. ബദറിലെ ആ 313 പേർക്ക് ലഭിച്ച വിജയം അവരുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് അവരുടെ ഹൃദയശുദ്ധി കൊണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണെങ്കിൽ ലോകം മുഴുവൻ നമുക്കെതിരായി നിന്നാലും അല്ലാഹു നമുക്ക് വഴികൾ തുറന്നുതരും. അതുകൊണ്ട് നിങ്ങളുടെ വിജയങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കുക, പരാജയങ്ങളിൽ അവനോട് സഹായം തേടുക. യഥാർത്ഥ വിജയികൾ അഹങ്കരിക്കുന്നവരല്ല, മറിച്ച് വിനയാന്വിതരായി അല്ലാഹുവിന്റെ മുൻപിൽ തലകുനിക്കുന്നവരാണ്. ജീവിതം എല്ലായ്പ്പോഴും സുഖമമായിരിക്കില്ല. സൂറത്തുൽ അൻഫാൽ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു വലിയ പാഠം പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമ്മൾ നല്ലവരായാൽ, പ്രാർത്ഥിക്കുന്നവരായാൽ പിന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവില്ല. എന്നാൽ ബദറിലെ പോരാളികൾ ഏറ്റവും നല്ല മനുഷ്യരായിരുന്നു. എന്നിട്ടും അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു, മുറിവേൽക്കേണ്ടി വന്നു. അല്ലാഹു ഈ സൂറത്തിലൂടെ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹുവിങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. സൂറത്തുൽ അൻഫാൽ 28. നമ്മൾ ഏറെ സ്നേഹിക്കുന്ന കാര്യങ്ങളിലൂടെയാവും അല്ലാഹു നമ്മെ പരീക്ഷിക്കുക. സമ്പത്ത് കൂടുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നുണ്ടോ? മക്കൾക്കു വേണ്ടി ഹറാമായ വഴികൾ തെരഞ്ഞെടുക്കുന്നുണ്ടോ? ഇവിടെയാണ് നമ്മുടെ തഖ്വ അഥവാ അല്ലാഹുവിനോടുള്ള ഭയഭക്തി പരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ ഒരു എളുപ്പവഴിയും അല്ലാഹു ഈ സൂറത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയാണെങ്കിൽ അഥവാ തഖ്വയുണ്ടെങ്കിൽ
അവൻ നിങ്ങൾക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേചനശക്തി അഥവാ ഫുർഖാൻ നൽകുന്നതാണ്. സൂറത്തുൽ അൻഫാൽ 29. എന്താണ് ഈ ഫുർഖാൻ? ജീവിതത്തിലെ കറുത്ത ഇരുട്ടുകളിൽ ഏതാണ് ശരിയായ പാത എന്ന് തിരിച്ചറിയാനുള്ള വെളിച്ചമാണത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഓഫർ വരുമ്പോൾ അത് ഹറാമാണെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ടെന്ന് വെക്കാൻ ഒരു കരുത്തു വേണം. പ്രതിസന്ധികളിൽ തളരാതെ ഇതും എന്റെ റബ്ബിന്റെ നിശ്ചയമാണ് എന്നു പറയാൻ ഒരു മനസ്സ് വേണം. ആ മനക്കരുത്താണ് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ബദറിൽ അല്ലാഹു വിശ്വാസികളെ സഹായിച്ചതുപോലെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറച്ചുനിന്നാൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലെ ശത്രുക്കളെയും പ്രതിബന്ധങ്ങളെയും അല്ലാഹു നേരിടും. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയതിനെക്കുറിച്ച് അൻഫാൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ അവിടത്തെ തടവിലാക്കാനോ കൊല്ലാനോ നാടുകടത്താനോ പദ്ധതിയിട്ടു. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മികച്ചവൻ അല്ലാഹു അത്രേ. സൂറത്തുൽ അൻഫാൽ 30. നിങ്ങളെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേര് ചീത്തയാക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? വിഷമിക്കണ്ട. ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അല്ലാഹുവാണ് ഏറ്റവും വലിയ പ്ലാനർ. അവൻ അനുവദിക്കാതെ ഒരില പോലും ഭൂമിയിൽ വീഴില്ല. മനുഷ്യരുടെ കുതന്ത്രങ്ങളെ തകർക്കാൻ അല്ലാഹുവിന്റെ ഒറ്റ തീരുമാനം മതി. അതുകൊണ്ട് ആളുകളെ ഭയപ്പെടുന്നത് അവസാനിപ്പിക്കുക, പകരം അല്ലാഹുവിനെ ഭയപ്പെടുക. ആ ഭയം നിങ്ങളെ മറ്റെല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തനാക്കും. വിജയമെന്നത് ആയുധബലത്തിലോ പണത്തിലോ അല്ല, മറിച്ച് അല്ലാഹുവിനോടുള്ള നമ്മുടെ ബന്ധത്തിലാണിരിക്കുന്നത്. ആ ബന്ധം ശക്തമായാൽ അസാധ്യമായതിനെ സാധ്യമാക്കാൻ അല്ലാഹു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. സൂറത്തുൽ അൻഫാൽ കേവലം യുദ്ധരംഗത്തെക്കുറിച്ചു മാത്രമല്ല സംസാരിക്കുന്നത്, മറിച്ച് ഒരു സമൂഹത്തിന്റെയോ വ്യക്തിയുടെയോ വളർച്ചയ്ക്കാവശ്യമായ മനഃശാസ്ത്രപരമായ മാറ്റങ്ങളെക്കുറിച്ചു കൂടിയാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ തളർന്നു പോകുമ്പോഴോ നമ്മൾ പലപ്പോഴും ഭാഗ്യത്തെ പഴിക്കാറുണ്ട്. എന്നാൽ അല്ലാഹു ഇവിടെ ഒരു പ്രപഞ്ച സത്യം വെളിപ്പെടുത്തുന്നു. ഒരു ജനത തങ്ങളുടെ മനസ്സിലുള്ള അവസ്ഥ മാറ്റുന്നതുവരെ അല്ലാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ മാറ്റം വരുത്തുകയില്ല. സൂറത്തുൽ അൻഫാൽ 53. ഇതൊരു വലിയ ജീവിത പാഠമാണ്. നിങ്ങളുടെ ജീവിതം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നിങ്ങളുടെ ചിന്താഗതിയാണ്. നെഗറ്റീവ് ചിന്തകളും മടിയും അല്ലാഹുവിലുള്ള അവിശ്വാസവും മാറ്റിവെച്ച് പരിശ്രമിക്കാൻ തയ്യാറായാൽ മാത്രമേ അല്ലാഹുവിന്റെ സഹായം ലഭിക്കൂ. ബദറിൽ അല്ലാഹു മലക്കുകളെ അയച്ചത് വിശ്വാസികൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതിന് ശേഷമാണ്. വീട്ടിലിരുന്നവർക്കല്ല ആ സഹായം ലഭിച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ബദറുകൾ ജയിക്കാൻ നമ്മൾ ആദ്യം ചുവടുവെക്കണം. ഈ സൂരത്ത് ഊന്നിപ്പറയുന്ന മറ്റൊരു കാര്യം ഐക്യം അഥവാ യൂണിറ്റിയാണ്. വിശ്വാസികൾക്കിടയിൽ തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടാകുന്നത് വിജയത്തെ തടയുമെന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭീരുക്കളായി പോകുകയും നിങ്ങളുടെ കരുത്ത് നശിക്കുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുക. സൂറത്തുൽ അൻഫാൽ 46. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, ബിസിനസ്സുകളിൽ, കൂട്ടായ്മകളിൽ പരാജയം സംഭവിക്കുന്നത് പലപ്പോഴും പുറത്തുനിന്നുള്ള ശത്രുക്കൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഭിന്നതകൾ കൊണ്ടാണ്. ഈഗോയും അസൂയയും കാരണം നമ്മൾ പരസ്പരം കലഹിക്കുമ്പോൾ നമ്മുടെ ആത്മവീര്യം ചോർന്നുപോകുന്നു. ഒരു വലിയ ലക്ഷ്യത്തിനുവേണ്ടി നിസ്സാരമായ തർക്കങ്ങൾ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. ക്ഷമയോടെ ഒരുമിച്ച് നിൽക്കുന്നവർക്കൊപ്പമാണ് അല്ലാഹുവിന്റെ സഹായമുണ്ടാവുക. സൂറത്തുൽ അൻഫാൽ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ഗുണമാണ് സ്ഥിരത അഥവാ സ്റ്റീഡ് ഫാസ്റ്റ്നസ്. പ്രതിസന്ധികൾ വരുമ്പോൾ ഓടിയൊളിക്കാനല്ല, മറിച്ച് അല്ലാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാനാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ശത്രുസൈന്യം മുന്നിൽ നിൽക്കുമ്പോൾ ഭയപ്പെടാതെ അല്ലാഹു എനിക്ക് മതി എന്ന ബോധ്യത്തോടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അത് സൃഷ്ടിച്ചവനേക്കാൾ വലുതല്ല എന്നോർക്കുക. ആത്മവിശ്വാസമെന്നത് സ്വന്തം കഴിവിലുള്ള വിശ്വാസമല്ല, മറിച്ച് തന്നെ സഹായിക്കാൻ അല്ലാഹുവിന് കഴിയുമെന്ന വിശ്വാസമാണ്. ഈ ബോധ്യമുണ്ടെങ്കിൽ ഏതൊരു വലിയ പർവ്വതത്തെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ അൻഫാൽ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ പാഠം വിജയമെന്നത് ഭൗതികമായ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ് എന്നതാണ്. ബദർ യുദ്ധം ഒരു ചരിത്രം മാത്രമല്ല, അത് വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങൾക്കുമുള്ള ഒരു മാതൃകയാണ്. നമ്മളിന്ന് നേരിടുന്ന സാമ്പത്തിക തകർച്ചയോ മാനസിക സംഘർഷങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ആകട്ടെ, അതിനെയൊക്കെ അതിജീവിക്കാൻ അൻഫാൽ നൽകുന്ന 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. തവക്കുൽ, അല്ലാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ. നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക, എന്നിട്ട് ഫലം അല്ലാഹുവിനായി വിട്ടുനൽകുക. 313 പേർക്ക് ആയിരങ്ങളെ തോൽപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ പരിമിതമായ സാഹചര്യങ്ങളിലും അല്ലാഹുവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ഹൃദയവിശുദ്ധി.
നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണെങ്കിൽ അദൃശ്യമായ സഹായങ്ങൾ നിങ്ങളെ തേടിയെത്തും. അഹങ്കാരവും ലോകമാന്യതയും ഉപേക്ഷിക്കുക. സ്ഥിരതയും പ്രാർത്ഥനയും. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പിന്മാരരുത്. അല്ലാഹുവിനെ അധികമായി സ്മരിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുക. സൂറത്തുൽ അൻഫാലിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു സത്യവിശ്വാസികളെ പരസ്പരം സഹായിക്കുന്നവരായും സംരക്ഷിക്കുന്നവരായും വിശേഷിപ്പിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നമുക്ക് വേണം. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുമ്പോൾ അല്ലാഹു നമ്മെയും സഹായിക്കും. ജീവിതത്തിലെ കറുത്ത രാത്രികളിൽ ഇനിയൊരു വെളിച്ചമില്ല എന്ന് തോന്നുമ്പോൾ ഈ അധ്യായം ഓതി നോക്കൂ. ഇതിലെ ഓരോ വചനവും നിങ്ങളോട് പറയുന്നത് ഭയപ്പെടേണ്ട, നിന്റെ റബ്ബ് നിന്റെ കൂടെയുണ്ട് എന്നാണ്. ബദറിൽ പെയ്ത ആ മഴ പോലെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിൽ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളെ പൊതിയും. ഇൻഷാ അല്ലാ, ആ വലിയ വിജയത്തിലേക്ക് നമ്മെ നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങളിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ പതറാതെ നിൽക്കാൻ ഈ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഇത്തരം പ്രബോധനപരമായ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്കെത്താൻ ഇത് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അല്ലാഹു നമ്മെ ഏവരെയും ബദറിലെ പോരാളികൾക്ക് നൽകിയ ആ വലിയ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.